നമസ്കാരം. ജാതക കഥകളിലെ 60ാമത്തെ കഥ തത്തയുടെ ഉപദേശം. ബോധിസത്വൻ ഒരു തത്തയായി ജനിച്ചിരിക്കുകയാണ്. അയാൾക്കൊരു അനുജനുണ്ട്. രണ്ടുപേരെയും ചെറുപ്പത്തിൽ തന്നെ ഒരു പക്ഷിപിടുത്തക്കാരൻ പിടികൂടി. അയാൾ ആ തത്തയെ ഒരു ബ്രാഹ്മണന് വിറ്റു. ബ്രാഹ്മണൻ തത്തകളെ വളരെ സ്നേഹത്തോടെ വളർത്തി. അയാളുടെ ഭാര്യ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. അവൾക്ക് ഈ തത്തകളെ തീരെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ബ്രാഹ്മണൻ ഒരു യാത്ര പോകാൻ ഒരുങ്ങി. അയാൾ തത്തകളെ വിളിച്ചു പറഞ്ഞു, "മക്കളെ, ഞാനൊരു യാത്ര പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ മടങ്ങൂ. അമ്മയെ നിങ്ങൾ നോക്കിക്കൊള്ളണം." അയാൾ യാത്രയായി. അതോടെ അയാളുടെ ഭാര്യ ചീത്ത നടപടികളിൽ ഏർപ്പെട്ടു. ചെറുപ്പക്കാർ പലരും ആ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോൾ അനുജൻ തത്ത പറഞ്ഞു, "ചേട്ടാ, ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ബ്രാഹ്മണൻ പോയത്. പക്ഷേ അവളുടെ നടപടി കണ്ടില്ലേ? ഒന്ന് ഉപദേശിക്കാം." "വേണ്ട," ബോധിസത്വൻ പറഞ്ഞു. "നമ്മൾ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല." പക്ഷേ ചേട്ടൻ്റെ ഉപദേശം അനുജൻ കേട്ടില്ല. അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, "അമ്മേ, നിങ്ങളുടെ ഭർത്താവില്ലാത്ത സമയത്ത് നിങ്ങളിങ്ങനെ തെറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇത് പാപമാണ്." ബ്രാഹ്മണ പത്നിക്ക് തത്തയുടെ ഉപദേശം കേട്ട് ദേഷ്യം വന്നു. പക്ഷേ അവളത് ഭാവിച്ചില്ല. അവൾ സ്നേഹത്തോടെ തത്തയോട് പറഞ്ഞു, "മോനെ, ഒരു തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്കുക. ഇനി ഇത് ആവർത്തിക്കുകയില്ല." എന്നിട്ട് അവനെ കൈകാട്ടി വിളിച്ചു. "മോനെ, നീ എൻ്റെ അടുത്തേക്ക് വരൂ. ഞാനൊന്ന് തലോടട്ടെ." അവളുടെ ഉള്ളിലെ ചതി മനസ്സിലാക്കാതെ തത്ത അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവനെ പിടികൂടിയിട്ട് അവൾ പറഞ്ഞു, "കള്ളത്തത്തേ, നീ എന്നെ ഉപദേശിക്കാൻ വരുന്നോ? ഇനി നീ ആരെയും പഠിപ്പിക്കണ്ട." അവൾ ആ തത്തയെ കഴുത്ത് ഞെരിച്ച് അടുപ്പിലേക്കിട്ടു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ബ്രാഹ്മണൻ യാത്ര കഴിഞ്ഞെത്തി. അയാൾ ബോധിസത്വനോട് വിളിച്ചു ചോദിച്ചു, "എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ? അമ്മയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അനിയനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി?" ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ബോധിസത്വൻ പറഞ്ഞു, "സത്യം പറഞ്ഞവൻ അടുപ്പിൽ വീണ് ചത്തു. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എല്ലാ സത്യവും പറയുകയില്ല." അവൻ തുടർന്നു, "ഈ സ്ഥലം സത്യസന്ധർക്ക് പറ്റിയതല്ല. അതിനാൽ ഞാനിതാ പോകുന്നു." പിന്നെ ആ തത്ത എന്നേക്കുമായി പറന്നുപോയി. നന്ദി.